വി.ഡി. സതീശന്റെ സർക്കാരിന്റെ പവർ കട്ടിൽ വലയുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി മെഴുകുതിരി വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഡിവൈഎഫ്ഐ തിരുവല്ല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കറണ്ടിന്റെ പ്രശ്നമല്ലേ ഇപ്പോൾ ആദ്യപ്പാടെ വല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ഇത് രാത്രി ഏത് സമയത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് അറിയുന്നില്ലല്ലോ. നമ്മൾ ഉറങ്ങുന്ന സമയത്തല്ലേ പോകുന്നുണ്ടായിരിക്കും, നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ കറണ്ടിന്റെ പ്രശ്നം ഇപ്പോൾ ഇത് മാത്രമല്ല, വിദ്യാഭ്യാസ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അത് ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയല്ലേ. ചിലപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും പഠിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിൽ മെഴുകുതിരിയും തീപ്പെട്ടിയും വിതരണം ചെയ്തു. കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിലെ പ്രതിഷേധത്തിന് പിന്നാലെ കെ.എസ്.ഇ.ബി ഓഫീസിന് മുൻപിൽ ചൂട്ട് കത്തിച്ചും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വിഷ്ണു ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടി പോലും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നാം അനുഭവിക്കാത്ത പവർ കട്ട്, അത് കേവലം ഒരു പവർ കട്ട് എന്ന് പറയുന്നത് നിശ്ചിത സമയത്ത് മാത്രമുള്ളതാണ്. എന്നാൽ ഈ പവർ കട്ട് എന്ന് പറയുന്നത് നിശ്ചിത സമയത്തല്ല, മറിച്ച് 8 മണിക്ക് ഒരു തവണ പവർ കട്ട് പോയാൽ വീണ്ടും 10 മണിയാകുമ്പോൾ പോകുന്നു. കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇത് എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് 12 മണി വരെ റൊട്ടേഷനാണ്, എപ്പോൾ വേണമെങ്കിലും ഇനിയും പോകാമെന്നാണ്. അപ്പം കേവലം ഒരു പവർ കട്ടെന്ന് മാത്രം ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർക്ക് പോലും അറിയാത്ത തരത്തിലേക്കാണ് ഈ കേരളത്തിലെ പവർ കട്ട് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊരു വാർത്ത കണ്ടത്, ഇന്ന് പാലക്കാട് ഈ പവർ കട്ട് മൂലം ഒരു രോഗി മരിച്ച വാർത്തയാണ് ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടത്. കേവലം ഒരു പവർ കട്ടിൻ്റെ മാത്രം വിഷയമല്ല. സംസ്ഥാനത്ത് പവർ കട്ട് തുടർന്നാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.